പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പ്രബോധിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമത്രേ കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15 അധ്യായത്തിൻ്റെ 58 വാക്യം. സ്റ്റാൻഡ് ഫേം, ലെറ്റ് നത്തിങ് മൂവ് യു. ഉറച്ചു നിൽക്കുക, ഒന്നും നിങ്ങളെ ചലിപ്പിക്കാതിരിക്കട്ടെ. സ്റ്റാൻഡ് ഫേം, ഉറച്ചു നിൽക്കുക എന്നതിൻ്റെ ഗ്രീക്ക് പദം സ്ഥിരത, ദൃഢത, എന്തിനോടെങ്കിലുമുള്ള ശക്തമായ ഭക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിനോട് ഉറച്ച പ്രതിബദ്ധതയുള്ളവരായിരിക്കാനും അവനോട് അർപ്പണബോധമുള്ളവരായിരിക്കാനുമുള്ള ഒരു ആഹ്വാനമാണ് സ്റ്റാൻഡ് ഫേം, ഉറച്ചു നിൽക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആശയം മനസ്സിലാക്കി തരുന്ന പല രൂപകങ്ങളെ നമുക്ക് ഉദാഹരണങ്ങളായി എടുക്കുവാൻ കഴിയും. ശക്തമായ കാറ്റിനെതിരെ ഉറച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തെയോ, ഒരു കോട്ടയുടെ വിടവിലോ വാതിലിലോ പിടിച്ചു നിൽക്കുന്ന പട്ടാളക്കാരെയോ, രോഗിയായ തൻ്റെ പങ്കാളിയെ പിന്തുണയ്ക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു ഇണയെക്കുറിച്ചോ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ചുരുക്കത്തിൽ, ഉറച്ചു നിൽക്കുക എന്നതിന് കൂറു പുലർത്തുന്നവനും വിശ്വസ്തനും അർപ്പണബോധമുള്ളവനുമായിരിക്കുക എന്നതാണ് അർത്ഥം. പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ, പീഡനങ്ങൾ, എതിർപ്പുകൾ, മറ്റു പോരാട്ടങ്ങൾ ഇവയ്ക്കെതിരെ ഒരു ക്രിസ്തു വിശ്വാസി ഉറച്ചു നിൽക്കണം. തീർന്നില്ല, ക്രിസ്തീയ മൂല്യങ്ങളോടുള്ള വിരോധം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ സുവിശേഷം പ്രസംഗിക്കുകയും ക്രിസ്തീയ ഉപദേശങ്ങൾ നിഷേധിക്കുകയും അനേകരെ വഞ്ചിക്കുകയും ചെയ്യുന്ന വ്യാജ പ്രവാചകന്മാർക്കുമെതിരെ ദൈവസഭ ഒന്നടങ്കം ഉറച്ചു നിൽക്കണം. നാം ഉറച്ചു നിൽക്കേണ്ട പ്രതലം, അതായത് അടിസ്ഥാനം, സർവപ്രധാനമാണ്. നാം ഉറച്ചു നിൽക്കേണ്ട അടിസ്ഥാനം അത്രേ തിരുവെഴുത്തും തിരുവെഴുത്തിലെ ക്രിസ്തുവും. ഒരു ക്രിസ്തു വിശ്വാസിയെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു അടിത്തറയിലാണ് നമ്മുടെ പാദങ്ങൾ ഊന്നിയിരിക്കുന്നത്. തിരുവെഴുത്തും തിരുവെഴുത്തിലെ ക്രിസ്തുവും ഉറച്ച പാറയാകയാൽ നമ്മുടെ അടിസ്ഥാനവും ഉറപ്പുള്ളത് തന്നെയായിരിക്കും. ഈ അടിസ്ഥാനത്തിൽ നാം ഉറച്ചു നിന്നാൽ ഒരു ബാഹ്യശക്തിക്കും നമ്മെ ചലിപ്പിക്കുവാൻ കഴിയുകയില്ല. പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ നമുക്ക് നേരെ വീശുന്നുണ്ടാകാം, നമ്മെ മുക്കുവാൻ നദികൾ പൊങ്ങുന്നുണ്ടാകാം, നമ്മെ കത്തിച്ചു കളയുവാൻ തീജ്വാല നമ്മോട് അടുക്കുന്നുണ്ടാകാം. എന്നാൽ ഇതിനൊന്നിനും നമ്മെ ചലിപ്പിക്കുവാൻ കഴിയുകയില്ല. എബ്രഹാം ലിങ്കൺ പറഞ്ഞതത്രേ, ബി ഷുവർ യു പുട്ട് യുവർ ഫീറ്റ് ഇൻ ദ റൈറ്റ് പ്ലേസ്, ദെൻ സ്റ്റാൻഡ് ഫേം. നിങ്ങളുടെ കാലുകൾ ശരിയായ സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക, എന്നിട്ട് അവിടെ ഉറച്ചു നിൽക്കുക. നമുക്കുള്ള സുരക്ഷിതമായ ഒരേ ഒരു അടിത്തറ തിരുവെഴുത്തും തിരുവെഴുത്തിലെ ക്രിസ്തുവുമാണ്. യേശു കർത്താവുമായുള്ള ആത്മാർത്ഥവും ആഴത്തിലുള്ളതുമായ ബന്ധം നമ്മെ ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നതാണ്. നമുക്കിന്ന് ഇങ്ങനെ ഉറക്കെ പ്രഖ്യാപിക്കാം, ഞാൻ തിരുവചനത്തിലും ക്രിസ്തുവിലും ഉറച്ചു നിൽക്കിയാൽ ഒന്നിനും എന്നെ ചലിപ്പിക്കുവാൻ കഴിയുകയില്ല. Have a blessed day.